ഹായ്, നന്ദികാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ആ ചെറുക്കൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഇന്ന് നമുക്ക് അമ്പലത്തിലേക്ക് തൊഴാൻ പോകാമെന്ന് പറഞ്ഞ് രാവിലെ ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കണം കേട്ടോ. ഈ രാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വെയിൽ കണ്ട് വിചാരിക്കും നട്ടുച്ചയ്ക്കാണല്ലോ പോകുന്നത്. എന്തായാലും നട്ടുച്ചയൊന്നും ആയിട്ടില്ല, ഒരു 11 മണിയോടെ എടുത്തിട്ടുണ്ട്. അമ്പലത്തിൽ നട അടയ്ക്കില്ല എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ പോവുകയാണ്. കാരണം അവിടെ പ്രശസ്തിയായിട്ടുള്ളൊരു അമ്പലമാണ്, മള്ളിയൂർ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ എന്തായാലും ഈ സമയത്തൊന്നും നട അടയ്ക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. കണ്ടില്ല അവിടെ തിരക്ക് കണ്ടു, ദൂരം കാറാണ് കിടക്കുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് തൊഴാനാന്നിട്ട് ഞങ്ങളങ്ങനെ നടന്ന് പോവുകയാണ്. മുന്നേ നന്ദൂട്ടിയും അച്ഛനും കൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഒരു വലിയ പന്തൽ കണ്ടു. അപ്പോൾ ഇവിടെ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ സംഭവം, അതാണല്ലോ ഇത്രയും ആൾക്കാർ എന്ന് കരുതി ഇങ്ങനെ ഞങ്ങൾ നോക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ സൈഡിൽ കൂടെ നോക്കിപ്പോയപ്പോഴേക്കും ഈ ചിത്രങ്ങൾ കണ്ടോ, ഉണ്ണിക്കണ്ണൻ്റെയും ഗണപതിയുടെയും ഒക്കെ ഫോട്ടോ. അവിടുത്തെ ഒരു പ്രത്യേക ഒരു ഐതിഹ്യം കേട്ടേക്കുന്ന ഗണപതിയുടെ മടിയിലിരുന്ന് ഗണപതി താലോലിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? അപ്പോൾ ആ ഒരു കഥയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള കുറേ ചിത്രങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ആ ചിത്രം കണ്ട ജീവനുള്ള ചിത്രങ്ങൾ പോലെ തന്നെ തോന്നും. നമ്മൾ നോക്കി നിന്ന് പോയിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഫോട്ടോ നോക്കിങ്ങനെ നിൽക്കും. അപ്പോൾ അവർ അച്ഛനും മക്കളും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു പോയി. ഞാനിങ്ങനെ ഫോണും പിടിച്ച് ഒരു വിധത്തിലേക്ക്, അമ്പലമല്ലേ നമ്മൾ ഫോണൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു മര്യാദയൊക്കെ വേണ്ടേ, അപ്പോൾ ഇങ്ങനെ പതിയെ എടുത്തിട്ടൊക്കെ പോവാണ്. അങ്ങനെ ഇവിടെയാണ് പ്രഭാഷണം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആകെ നോക്കിയപ്പോൾ അകത്തോട്ട് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. നല്ല പ്രഭാഷണം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ നേരില്ല, കാരണം അകത്ത് ചെന്നില്ലെങ്കിൽ അവിടെ നടയടയ്ക്കും. അവിടെ തൊഴുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി തൊഴാനായിട്ട് പോവുകയാണ്. അപ്പം നന്ദുവിൻ്റെ കുഞ്ഞാവിനെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ കൈ ഫോണും ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരണമെങ്കിൽ എനിക്ക് ഫോൺ ഓണാക്കിയെങ്കിലേ പറ്റുള്ളൂ. അകത്തോട്ട് കയറി ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫോൺ പ്രവേശനമില്ല. അതായത് വിഗ്രഹം ഇരിക്കുന്ന അങ്ങോട്ട് നമ്മളതിൻ്റെ ചുറ്റുമുള്ള ചുറ്റമ്പലമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ, ഇങ്ങനെ താലോലിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു വിഗ്രഹമാണ്. ആ ഒരു കാണുന്ന രസമുണ്ട്. അപ്പോൾ അവിടെ ചേച്ചി തേങ്ങ ഉടക്കുന്നുണ്ടോ. നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറാനായിട്ട് തേങ്ങ ഉടയ്ക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതിനുള്ള ഒരു വഴിപാടാണത്. അപ്പോൾ നമുക്കും ഇതൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു നന്ദുവിനെ അവിടെ നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അടുത്തതായിട്ട് ഞങ്ങൾക്ക് തേങ്ങ ഉടയ്ക്കുന്നതിന് വേണ്ടി നന്ദുവിൻ്റെ അച്ഛൻ അവിടെ തേങ്ങ എറിഞ്ഞ് ഒടിച്ചിരിക്കുകയാണ്. അടുത്ത ഉഴം എൻ്റെ ആയിരുന്നു, അതെനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ആ തേങ്ങയൊക്കെ ഉടച്ച് അകത്തൂടെ പോകട്ടോ. അവിടെ നല്ല ടൈലാട്ടോ, നല്ല രസമുണ്ട്. ആ ടൈലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇട്ടേക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. അപ്പം ആ ചെറുക്കനെ താഴെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ നടന്ന് ഓടാറൊന്നും ആയിട്ടില്ല, എന്നാലും നടക്കാൻ പഠിച്ചു തന്നെയുള്ളൂ. വീണ് കാലും കൈയൊക്കെ പൊട്ടും, അതൊന്നും കവടദോഷമല്ലേ. അപ്പോൾ അവനെ കയ്യിൽ മാക്സിമം നമ്മൾ പിടിച്ചോളാണ് നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ഇറങ്ങി നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ അവിടെയും തൊഴാൻ ഇനി വിഷ്ണുവും ശിവനും ഒക്കെ അവിടെ അങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ. അവിടെയും പോയി നമുക്ക് തൊഴണം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്ന് തൊഴാൻ വേണ്ടി പോവാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ, ഉച്ച സമയമാണല്ലോ, നല്ല വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് തൊഴാൻ പോവാണേ. അത് കഴിഞ്ഞ് വെളിയിലൊക്കെ തൊഴുത് വീണ്ടും ഞങ്ങൾ അകത്തോട്ട് കയറി. അവൻ എന്ത് ചെയ്തിട്ട് കൈ ഇരിക്കില്ല കേട്ടോ. നടക്കാൻ പഠിച്ചപ്പോൾ അവന് വലിയ ഗമയാണ് കൈ ഇരിക്കാനായിട്ട്. അങ്ങനെ അവൻ നടക്കുവാണ്. അപ്പോൾ അവിടെ കണ്ടോട്ടെ, ഈ ടൈലേ കൂടെ എങ്ങാനും വീണ് കഴിഞ്ഞുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അതുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് അവനിങ്ങനെ കുതിറി മാറുകയാണ്. നന്ദു എടുക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഞങ്ങൾ താഴെ നിർത്തി. ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് അപ്പം അരവണ, അതായത് ഉണ്ണിയപ്പം. അത് അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള വഴിപാടുകൾക്കൊരു പ്രത്യേക സ്വാദ് തന്നെയാണല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് ഒരു പാക്കറ്റിൽ 5-6 അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങി ഇതവിടെ പുസ്തകവും അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ സ്റ്റോൾ പോലെ അതും ഉണ്ട് അവിടെ. വെളി വന്നപ്പോൾ തന്നെ നന്ദു ബഹളം വെക്കാൻ തുടങ്ങി. ഉണ്ണിയപ്പം തരും. കാരണം സമയം അറിയാമല്ലോ ഏകദേശം. അപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കും വിശന്നിട്ട് മേലെ അങ്ങനെ എനിക്കൊരു ഉണ്ണിയപ്പം കിട്ടി. നല്ല സൂപ്പർ ഉണ്ണിയപ്പം, നല്ല സ്വാദ്, നല്ല വെളിച്ചെണ്ണയിലുണ്ടാക്കിയ ഉണ്ണിയപ്പം. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോരുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ളൂ. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. കാരണം അമ്പലത്തിൽ സാധാരണ അവിടെ ഉച്ച സമയത്ത് ഭക്ഷണം ഉള്ളതാണ്. പക്ഷേ എന്തോ അവിടെ അതിനുള്ള ഇതൊന്നും കണ്ടില്ല. അന്ന് നമുക്ക് പോയേക്കാം, വെളിയിൽ നിന്ന് കഴിക്കാം, ഇന്നെന്തായാലും വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് പോകുന്നു. ഇതിപ്പോൾ കടുത്തുരുത്തി എത്തി. കടുത്തുരുത്തി കയറുമ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടു. ഒന്ന് അവിടെ കയറിയേക്കാം എന്ന് കരുതി ഞങ്ങൾ അവിടെ കയറി. ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ അവിടെ എന്തൊക്കെയോ ഉച്ചവിഭവത്തിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ സ്പെഷ്യൽ ഐറ്റമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ എന്നാൽ അകത്തോട്ട് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് പോയി. എന്തായാലും ഞാൻ ഓർഡർ കൊടുത്ത ചട്ടിച്ചോറായിരുന്നു, അത് ഉഗ്രനായിരുന്നു. നന്ദുവും അച്ഛയും ബിരിയാണിയാണ് കഴിച്ചത്, നല്ല സൂപ്പർ ചട്ടിച്ചോറ്. അപ്പം നമുക്ക് മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.